ലോക നേതാക്കൾ പങ്കെടുക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ യൂറോപ്യൻ രാജ്യങ്ങളുടെ കുടിയേറ്റ നയങ്ങളെ വിമർശിക്കുകയും അറ്റ്ലാന്റിക് സഖ്യത്തിന്റെ ഐക്യത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ആണവ ചർച്ചകൾ തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരിച്ചു. പഴയ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും യൂറോപ്പ് സ്വയം പ്രതിരോധിക്കാൻ സജ്ജമാകണമെന്നും ജർമ്മൻ ചാൻസലർ സ്ഥാനാർത്ഥി ഫ്രെഡറിക് മേഴ്സ് മുന്നറിയിപ്പ് നൽകി. ഫണ്ടിംഗ് ബില്ലിൽ ധാരണയാകാത്തതിനെ തുടർന്ന് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഭാഗികമായി അടച്ചുപൂട്ടി. ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് DP വേൾഡ് CEO ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 5500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തര ലാൻഡിംഗ് റൺവേയിൽ അദ്ദേഹം വിമാനമിറങ്ങി. ഡൽഹിയിലെ നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ യുഗീൻ ഭാരത് എന്ന പേരിൽ ദേശീയ മ്യൂസിയമായി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് എയർ ഇന്ത്യയ്ക്ക് DGCI 1 കോടി രൂപ പിഴ ചുമത്തി. അദാനി ഗ്രൂപ്പ് ആണവോർജ രംഗത്തേക്ക്. അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് ആണവോർജ മേഖലയിലേക്ക് പ്രവേശിച്ചു. തൊഴിലാളി നിയമ പരിഷ്കരണങ്ങളിൽ പ്രതിഷേധിച്ച് കർഷകരും തൊഴിലാളി യൂണിയനുകളും ആഹ്വാനം ചെയ്ത രണ്ടാം ദിവസത്തെ ഭാരത് ബന്ദ് വിവിധ സംസ്ഥാനങ്ങളെ ബാധിച്ചു. നാളെ കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ സിംബാബ്വെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് വലിയ വാർത്തയായി. റോഡപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലൻ ഷെറിൻ ഏബ്രഹാം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി. കൊച്ചിയിൽ അച്ഛനും മകളും മരിച്ച സംഭവത്തിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിപ്പെടുത്തി. മരണത്തിന് തൊട്ടുമുമ്പും കുട്ടി ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സിൽവർ ലൈനിന് പകരമായി സംസ്ഥാനത്ത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ ഫണ്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഇത് അന്തിമമല്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. റിപ്പോർട്ടർ TVക്കെതിരെ 250 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സാബു M ജേക്കബ് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. കിറ്റക്സ് കമ്പനി അമേരിക്കയിലേക്ക് വ്യാജ ജൈവ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തുവെന്നും തനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നുവെന്നും ചാനൽ വ്യാജ വാർത്ത നൽകിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. റിപ്പോർട്ടർ TVക്ക് കൃത്യമായ ലൈസൻസ് ഇല്ലെന്നും ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നിഷേധിച്ച ചാനലാണ് ഇതെന്നും അദ്ദേഹം ആരോപിച്ചു. ചാനൽ മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെ 16 പേർക്കെതിരെയാണ് അദ്ദേഹം നോട്ടീസ് അയച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ പ്രതികരണം ഇപ്രകാരമാണ്. സാബു ജേക്കബിന്റെ ആരോപണങ്ങളെ ചാനൽ ശക്തമായി പ്രതിരോധിക്കുന്നു. തനിക്കെതിരെ ED കേസ് ഇല്ലെന്ന സാബു ജേക്കബിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് അയച്ചതെന്ന് അവകാശപ്പെടുന്ന ED സമൻസിന്റെ രേഖകൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടു. കിറ്റക്സിലെ ബിസിനസ് ഇടപാടുകളെക്കുറിച്ചും സാബു ജേക്കബിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും ചാനൽ തുടർച്ചയായി വാർത്തകൾ നൽകുന്നുണ്ട്.